തമിഴ്നാട് പിടിക്കാൻ ഇറങ്ങിയ സൂപ്പർ താരം വിജയുടെ വലത് സൈഡിൽ എന്നും രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കിഷോറിന്റെ തന്ത്രങ്ങളുടെ ചിറകിലേറിയാണ് വിജയ് തമിഴ്നാട്ടിൽ കളം പിടിക്കാൻ ഇറങ്ങിയത്. എന്നാൽ ഇന്ന് അതേ കിഷോർ വിജയ്ക്കൊപ്പമില്ല. ഇതിലേറെ സന്തോഷിക്കുന്നത് തമിഴ്നാട്ടിലെ DMK അടക്കമുള്ള പാർട്ടികളാണ്. പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളും വിജയുടെ സ്വാധീനവും വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച വേളയിലാണ് കിഷോർ അല്പം പിൻവലിഞ്ഞു നിന്നത്. എന്നാൽ ഇതിൽ സന്തോഷിക്കാനൊന്നുമില്ല എന്നാണ് വിജയുടെ ക്യാമ്പ് പറയുന്നത്. കാരണം പ്രശാന്ത് കിഷോർ വിജയുടെ TVKയുമായി ഉണ്ടാക്കിയ കരാർ നിലനിൽക്കുന്നുണ്ട്. അതുള്ളിടത്തോളം കാലം കിഷോറിന്റെ തന്ത്രങ്ങൾ TVKക്ക് തണലാകുമെന്നുറപ്പാണ്. BJP, DMK തുടങ്ങി പ്രധാന പാർട്ടികൾക്ക് വേണ്ടി രാഷ്ട്രീയ തന്ത്രം മെനഞ്ഞ് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ. വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIDMKക്കൊപ്പം പ്രശാന്ത് കിഷോർ ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ. അതിനിടെയാണ് അദ്ദേഹം വിജയുടെ TVKയുമായി കരാർ ഒപ്പുവെച്ചത്. ബീഹാർ സ്വദേശിയാണ് പ്രശാന്ത് കിഷോർ. അടുത്തിടെ ജൻസ്വരാജ് പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷി അദ്ദേഹം രൂപീകരിച്ചിരുന്നു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് കിഷോർ ബീഹാറിൽ തന്നെ തുടരുന്നത്. നവംബറിന് ശേഷം വീണ്ടും വിജയുടെ പ്രചരണങ്ങളിൽ സജീവമാകുമെന്നും കിഷോർ അറിയിക്കുന്നു. TVKയുടെ ജനറൽ സെക്രട്ടറി യാദവ് അർജുൻ അടുത്തിടെ രൂപീകരിച്ച കൺസൾട്ടിംഗ് കമ്പനിയാണ് വോയിസ് ഓഫ് കോമൺ. ഇതുമായി ചേർന്ന് പ്രശാന്ത് കിഷോറിന്റെ സംഘവും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് 30 പേരെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കുറച്ചുപേർ മാത്രമാണ് വോയിസ് ഓഫ് കോമണുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതേസമയം സ്വതന്ത്ര കൺസൾട്ടന്റായ ജോൺ അരോക്യസ്വാമി ഉൾപ്പെടെയുള്ളവർ TVKയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും കിഷോർ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുന്നതിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ എല്ലാ പാർട്ടികളും പൊളിറ്റിക്കൽ വാർ റൂം തുറന്നിട്ടുണ്ട്. DMKയ്ക്ക് വേണ്ടി റോബിൻ ശർമ്മയും IPC എന്ന ഇവന്റ് സംഘവുമാണ് പ്രവർത്തിക്കുന്നത്. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന് വേണ്ടിയും മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച് വിജയം കൈവരിച്ച സംഘമാണ് റോബിൻ ശർമ്മയുടേത്. ശ്രാവൺ ദേവഭക്തിനി എന്ന കൺസൾട്ടിംഗ് സംഘമാണ് AIDMKയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ചന്ദ്രബാബു നായിഡു, വസുന്ധര രാജെ, പവൻ കല്യാൺ എന്നിവർക്ക് വേണ്ടി നേരത്തെ പ്രവർത്തിച്ച സംഘമാണിത്. ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ് പ്രശാന്ത് കിഷോറിന്റെ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിജയ്ക്ക് തുണയായി താൻ ഉണ്ടാകുമെന്ന് ഉറപ്പു പറയുകയാണ് പ്രശാന്ത് കിഷോർ.